ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വാഴ 2 എന്ന് പറയുന്ന മൂവി അത് ഭയങ്കര ഹിറ്റായിട്ട് പോവുകയാണ്. നമുക്കറിയാം, ഞാൻ കണ്ടിട്ടില്ല, ഇവിടെ കണ്ടവരാണ് മെജോറിറ്റിയും. അവരുടെ ഒരു ജനറൽ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുകയാണ്. ഓക്കെ, ഓവർ ടു അശോക് ജി. ഞാൻ വാഴ കണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്. മക്കളെ എങ്ങനെ വളർത്തണം മാതാപിതാക്കൾ, അതുപോലെ മക്കളെ സ്കൂളുകളിൽ അധ്യാപകരെ എങ്ങനെ കൊണ്ടു നടക്കണം, അതൊക്കെയാണ് കാണിക്കുന്നത് അല്ലേ? ഓക്കെ, വളരെ ഇഷ്ടപ്പെട്ടു. നല്ല അഭിനയം. ഓക്കെ, വാട്ട് അബൌട്ട് യു? സൊസൈറ്റിക്ക് കൊടുക്കുന്ന വളരെ അധികം നല്ല ഒരു മെസ്സേജ് ആ സിനിമയിലുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് യൂത്തിന് വേണ്ടിയിട്ട്. പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജ് അതിലുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും പോയി കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് വാഴ 2. വാഴയ്ക്ക് വേണ്ടി ചക്കന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത് അത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയപ്പോൾ ചക്ക വരട്ടിയത് അടയാക്കി കൊണ്ടുവരുന്നു, അത് കഴിച്ചു. അപ്പോൾ വാഴ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ വാഴയും കൊള്ളാം ചക്കയും കൊള്ളാം എന്ന് പറഞ്ഞു. കുറച്ചും കൂടി നന്നാക്കണത് വാഴയാണ്. ഓക്കെ, ചക്ക ഓൾസോ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. നൗ ഓവർ ടു അവർ സുരേഷ് ഭായ്. യെസ്, നമസ്കാരം. വാഴ ഗംഭീരപടമാണ്. കാരണം നമ്മുടെ സ്ഥിതിയും വീട്ടിലെ സ്ഥിതിയും അനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് വീട്ടിൽ കൊടുക്കാനായിട്ട്. വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുമ്പോഴും എല്ലാം കാര്യങ്ങളും നമ്മളതിന് റെഡിയാണോ, നമ്മളതിന് പ്രാപ്തനാണോ എന്ന് അറിഞ്ഞുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കുക, അവരതിനകത്തേക്ക് വേണ്ടി പോസിബിളി ഇറക്കുക. എന്നിട്ട് വേണം നമ്മുടെ, അല്ലാതെ സെൽഫിഷായിട്ട് നമ്മളുടെ കാര്യം മാത്രം തീരുമാനിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മളും ഒരു ഘട്ടത്തിലെത്തുമ്പോൾ പെട്ടുപോകും. അത് വളരെ വൃത്തിയായിട്ട് ഈ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. കാരണം പല മേഖലയിലിരിക്കുമ്പോഴത്തേനും ഇൻ്റർവെൽ വരെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നു. പേപ്പർ വായിക്കാൻ ടി വി ഒന്നും കാണാത്തവർക്ക്, ന്യൂസൊന്നും കാണാത്തവർക്ക് അത് മനസ്സിലാവില്ല. കാരണം ഇപ്പോൾ റീസെൻ്റ്ലി പല സ്കൂളുകളിലും പല ആഘോഷങ്ങളിലും ഉണ്ടായുള്ള കൂട്ടമായിട്ടുള്ള ആക്രമണവും തല്ലും കാര്യങ്ങളൊക്കെ നടന്നുള്ളതൊക്കെ പലതിൻ്റെ പുറത്തും കാര്യങ്ങളാണ്. അത് കൊണ്ടുവന്ന് പീക്കാക്കി നിർത്തിയിട്ട് അവർക്ക് തന്നെ ഒരു എന്താ പറയുക, തിരിച്ചറിവ് ഉണ്ടാക്കിക്കൊണ്ടാണ് ആ പടം പിന്നെ മുന്നോട്ട് പോകുന്നത്. വളരെ ഗംഭീരമായിട്ടുണ്ട്. ഓക്കെ, വളരെ രീതിയിൽ നന്നായിട്ടുള്ള ഒരു പടമാണ്. എല്ലാവരും ഇത് കാണേണ്ട ഒരു സിനിമയെന്ന് ഞാൻ പറയുള്ളൂ. അല്ലാതെ ആഘോഷമാണോ ഒച്ചപ്പാടെന്നല്ല. ഇതിൻ്റെ മാർക്കറ്റിങ്ങിന് പാട്ടും ബഹളവും കാര്യങ്ങളുണ്ട്. പക്ഷേ ബ്യൂട്ടിഫുൾ ഫിലിം, കാണേണ്ട ഒരു സിനിമയാണ്. ഞാൻ വാഴ 2 കണ്ടു. വാഴ ഫസ്റ്റ് OTT-യിലാണ് കണ്ടത്. പക്ഷേ ഇത് തിയേറ്ററിൽ കണ്ടു. നല്ലൊരു പടം, ഒരു ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്നൊരു പടം തന്നെയാണ്. പിന്നെ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഫിലിം എന്ന് വേണമെങ്കിൽ കൂടുതൽ പറയാം. കാരണം ഒരു 50+ ഉള്ള ആളുകൾക്ക് അത് ചിലപ്പം അത്രത്തോളം അവരുദ്ദേശിക്കുന്ന രീതിയിലൊരു അങ്ങനൊരു മൂവിയായിട്ട് ഫീൽ ചെയ്യണമെന്ന് ഇല്ല. എങ്കിലും ഇറ്റ്സ് ആൻ എൻ്റർടൈൻമെൻറ്റ്. ഞാൻ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്തു. യെസ്, താങ്ക് യു ഫ്രണ്ട്സ് ഫോർ യുവർ വാല്യുബിൾ ഫീഡ്ബാക്സ്. ഇത് കണ്ടപ്പോൾ, ഈ ഫീഡ്ബാക്സ് കേട്ടപ്പോൾ തീർച്ചയായിട്ടും ഈ പടം കാണാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.